ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ചില സംശയങ്ങളുടെ ദൂരീകരണം എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള നോട്ട് നിരോധനം വരാൻ പോകുന്നു. അതുപോലെ തന്നെ 5 രൂപ നാണയവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവ ഏതൊക്കെ തരത്തിലുള്ളവയാണ് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീണ്ടും ഒരു നോട്ട് നിരോധനം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങൾ ശക്തമാവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് 2016 നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിൻ്റെ ഓർമ്മ കൊണ്ടായിരിക്കാം ഈ വാർത്ത ഇത്രയും വേഗം തന്നെ പരക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇത്തരമൊരു നിരോധനം സർക്കാരോ റിസർവ് ബാങ്കോ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രചരിക്കുന്ന വാർത്ത എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് 1 രൂപ നാണയത്തിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയതായിട്ട് ഇപ്പോൾ നിലവിൽ സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. 2 രൂപ 5 രൂപ നോട്ടുകളുടെ പ്രിന്റിംഗ് നേരത്തെ തന്നെ നിർത്തിയതായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. 5 രൂപ നാണയവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരക്കുന്നത്. ഇന്ത്യയിൽ നോട്ടുകൾ പ്രിന്റ് ചെയ്യാനും വിതരണം ചെയ്യാനുമുള്ള അവകാശം റിസർവ് ബാങ്കിനാണ് ഉള്ളത്. അതുപോലെ അത് തുടരണോ വേണമോ എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. സാമ്പത്തിക നയങ്ങൾക്കനുസരിച്ചാണ് അവ തീരുമാനിക്കുന്നത്. പൊതുജന സൗകര്യങ്ങൾക്കും അനുസരിച്ചാണ് കേന്ദ്ര ബാങ്ക് ഇത്തരത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് 5 രൂപ നാണയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രാജ്യത്ത് 2 തരത്തിലുള്ള 5 രൂപ നാണയങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായ 2 എണ്ണം. ഈ കട്ടി കൂടിയ നാണയം ഉരുക്കിയെടുത്താൽ ബ്ലൈഡ് ഉണ്ടാക്കാൻ സാധിക്കും. അത്രയേറെ ഗുണമേന്മയുള്ള ലോഹസങ്കരക്കൂട്ട് ഉപയോഗിച്ചാണ് നാണയം നിർമ്മിക്കുന്നത്. ഇതിനർത്ഥം 5 രൂപ നാണയത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ രൂപ മൂല്യത്തേക്കാൾ വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ബ്ലൈഡിന് നമുക്ക് 2 രൂപ വിലയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ബ്ലൈഡ് ഉൽപ്പാദനം നടത്തുന്നവർ ഒരു 5 രൂപ തുട്ടുപയോഗിച്ച് 12 രൂപ മൂല്യമുള്ള ബ്ലൈഡ് ഇത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ ബംഗ്ലാദേശിലുള്ള നാണയത്തിൻ്റെ കള്ളക്കടത്തും വിഷയമായി വരുന്നുണ്ട്. ബംഗ്ലാദേശിലേക്ക് ഇത്തരത്തിൽ ബ്ലൈഡ് ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ഈ ലോഹത്തുട്ട് കയറ്റുമതി ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വൻതോതിൽ നാണയങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതോടെയാണ് റിസർവ് ബാങ്ക് കട്ടിയുള്ള നാണയത്തിൻ്റെ ഉൽപ്പാദനം നിലവിൽ നിർത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കാൻ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രചരണത്തിൽ ഉണ്ടായിരുന്ന 5 രൂപയുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞതോടെ വില കുറഞ്ഞ ലോഹസങ്കരം ഉപയോഗിച്ച് കട്ടി കുറഞ്ഞ 5 രൂപ നാണയം ഉണ്ടാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു നീക്കത്തിലൂടെ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഈ അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമുള്ള കാര്യമല്ല. 5 രൂപ നാണയം നിരോധിച്ചെന്ന തരത്തിലുള്ള ഒരു ഉത്തരവും സർക്കാർ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. കട്ടിയുള്ള 5 രൂപ നാണയങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ 5 രൂപ നാണയത്തിന് എല്ലാവിധ മൂല്യവും നിലവിലുള്ളതാണ്. ആ നാണയം നിലവിൽ നിരോധിച്ചിട്ടില്ല. പുതിയതും പഴയതുമായ 5 രൂപ നാണയങ്ങൾ സാധുതയുള്ളവയാണ്. അതുപോലെ 2000 രൂപ നോട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിലവിലെ ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ നോട്ട് നിരോധിച്ച് ശേഷം വന്ന പുതിയ നോട്ടാണ് 2000 രൂപ. അതും നമുക്ക് അതിനുശേഷം 2023 വീണ്ടും നിരോധിക്കുന്ന കാര്യമുണ്ടായി. അതോടൊപ്പം നിലവിൽ ഈ നോട്ടിൻ്റെ പിൻവലിച്ച നോട്ട് ബാങ്കിലേക്ക് തിരികെ എത്തിയതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. 98.12% രൂപ എന്ത് ചെയ്തു, നിലവിൽ ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. 6691 കോടി രൂപ വരുന്ന 2000 രൂപയുടെ കറൻസി നോട്ടുകൾ മാത്രമാണ് ഇനി തിരികെ എത്താനുള്ളത്. 2023 മെയ് 19 2000 രൂപയുടെ കറൻസി നോട്ടുകളുടെ വിനിമയം നിർത്തലാക്കുന്നത്. റിസർവ് ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട് മെയ് 19 പ്രഖ്യാപിക്കുകയുണ്ടായി. 2023
ഒക്ടോബർ 23 വരെ 2000 രൂപ നോട്ടുകൾ ബാങ്കുകൾ വഴി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിൽ മാത്രമേ ഈ നോട്ടുകൾ സ്വീകരിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഈ നോട്ടുകൾ ഒരിടവും സ്വീകരിക്കുന്നതല്ല. തിരുവനന്തപുരത്ത് നമുക്ക് ഈ നോട്ട് നിലവിലും മാറ്റിയെടുക്കാൻ സാധിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസിൽ പോയാൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.